യൂറോ കപ്പിലെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം. ഫൈനലിൽ സ്പെയിൻ ജർമ്മനിയെ നേരിടുന്നു. പരസ്പരം നേരിടുന്നത് യൂറോപ്യൻ ഫുട്ബോളിലെ മനോഹരമായ ഫുട്ബോളിൻ്റെ വക്താക്കളാണ്. ഇരുവരും കിരീടത്തിലേക്ക് അർഹതപ്പെട്ടുകൊണ്ട് മുന്നേറുകയാണ്. ഓരോ മത്സരങ്ങളിലും കളിയെ മിനുക്കുകയും മെരുക്കുകയും 1-2 രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ ആരാധകർക്ക് ഇന്ന് ആഘോഷത്തിൻ്റെ നാൾ. ആവേശകരമായ മത്സരത്തിന് തുടക്കമായി. ആദ്യ നിമിഷം മുതൽ കളിയെ ഹോൾഡ് ചെയ്ത് സ്പെയിനും ജർമ്മനിയും അറ്റാക്കിങ്ങിന് ശ്രമിക്കുന്നു. ജർമ്മനിയൻ കുപ്പായത്തിൽ അവസാന മത്സരത്തിനിറങ്ങുന്ന ടോണി ക്രൂസിന് അതിമനോഹരമായൊരു ഫെയർവെൽ സാധ്യമാക്കാനാണ് ജർമ്മനി. തങ്ങളുടെ ആരാധക പിന്തുണയാൽ ജർമ്മനിക്ക് തന്നെയാണ് മത്സരത്തിൽ മുൻതൂക്കം. പക്ഷേ ആ പിന്തുണയൊന്നും സ്പെയിനിൻ്റെ കളിയെ ബാധിച്ചിരുന്നില്ല. കളി തുടങ്ങി കളിയുടെ 15-ാം മിനിറ്റിൽ സ്പെയിനിൻ്റെ പ്രധാന താരം പെഡ്രി പരിക്കേറ്റ് പുറത്താകുന്നു. ഒരുപക്ഷെ കളിയുടെ വീക്കിലേക്കുള്ള ടേൺ പോയിന്റ് ആകുമെന്ന് കരുതിയ നിമിഷം. പക്ഷേ ആ ഒരു മാറ്റമാണ് കളിയെ പിന്നീട് നിയന്ത്രിച്ചത്. കളിയുടെ ആദ്യ പകുതിയിൽ അവസരങ്ങൾ ഇരുവർക്കും വന്നു ചേരുന്നുണ്ട്. പക്ഷേ ഹാവേർട്സിൻ്റെയും മൊറാട്ടയുടെയും എല്ലാം ലക്ഷ്യമറ്റതും ബലഹീനമായ ഷോട്ടുകളും സ്കോർ ബോർഡ് ചലിപ്പിച്ചില്ല. ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതി ആരംഭിച്ച 51-ാം മിനിറ്റിൽ തന്നെ സ്പെയിൻ കളിയുടെ ലീഡ് ഉയർത്തുന്നുണ്ട്. ആ ഗോൾ അതിമനോഹരമായിരുന്നു. പെഡ്രിക്ക് പകരമായി വന്ന ഒൽമോയുടെ ഗോൾ. ഗോളിലേക്ക് വഴിവെച്ചത് യുവതാരമായ യമാൽ. ആ ഗോളിലേക്കുള്ള ദൂരം അതിമനോഹരമായിരുന്നു. ബോക്സിലേക്ക് ഓടി വരുന്ന ഒൽമോയെ ലക്ഷ്യം വെച്ച് മനോഹരമായൊരു പാസ്. ആ പന്തിനെ ന്യൂയറേയും കടത്തിവെട്ടി ബോക്സിലേക്ക് ഒരു ഡയറക്റ്റ് കിക്ക്. ഇറ്റ്സ് സ്പെയിൻ 1 ജർമ്മനി 0. കളി കൈവിട്ടു പോകുമെന്ന് ജർമ്മൻ പരിശീലകൻ മുന്നിൽ കണ്ട് ഫുൾക്കർഗിനെ സ്ട്രൈക്കറായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാവേർട്സിൻ്റെ മുന്നേറ്റങ്ങളിൽ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നില്ല എന്ന ബോധം ഈ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യകതയെ വരച്ചു കാട്ടുന്നുണ്ട്. താരം മനോഹരമായി ചില മുന്നേറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഗോൾ സ്കോർ ചെയ്യാനാകുന്നില്ല. ജർമ്മനിയുടെ പ്രതീക്ഷകൾ അവസാനിച്ച മട്ട്. സ്വന്തം ആരാധകർക്ക് മുമ്പിൽ തോറ്റുകൊണ്ട് പടിയിറങ്ങാനുള്ള വിധിയാകുമെന്ന് ഏവരും നനച്ചു. പക്ഷേ കളിയുടെ 89-ാം മിനിറ്റിൽ സനക്ക് പകരമായി വന്ന ഫ്ലോറിയാൻ വിർട്സിൻ്റെ സമ്മാനം നിരാശപ്പെട്ടു നിൽക്കുന്ന ജർമ്മൻ ആരാധകർക്ക് ആവേശം നൽകിക്കൊണ്ട് താരം കളിയെ ഈക്വലൈസ് ചെയ്തു. മത്സരം അധിക സമയവും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. മനോഹരമായ ഒരുപാട് മാറ്റങ്ങൾക്ക് ജർമ്മനി ശ്രമിച്ചിട്ടും സ്പെയിനെ തകർക്കാൻ ജർമ്മനിക്കാകുന്നില്ല. സ്പെയിൻ്റെ ബോൾ പൊസിഷനിങ്ങും പാസിംഗ് ആക്യുറസിയും നിയന്ത്രിതമാക്കാൻ ജർമ്മനിക്ക് കഴിഞ്ഞില്ല. കളിയുടെ 119-ാം മിനിറ്റ് വരെ സമനിലയെ കൊണ്ടെത്തിച്ചെങ്കിലും 120-ാം മിനിറ്റിൽ കളിയുടെ ഗതി മാറ്റിക്കൊണ്ട് സ്പെയിൻ വീണ്ടും ഗോൾ സ്കോർ ചെയ്തു. മധ്യനിര താരം മെറീനയുടെ ഗോൾ. ഗോളിലേക്ക് വഴിവെച്ചത് ആദ്യ ഗോളിനുടമ സാക്ഷാൽ ഒൽമോ. പകരമായി വന്ന് പകരമില്ലാത്തവനായി മാറി. ഒരു നിമിഷം പെഡ്രി കളം വിടുമ്പോൾ കളിയുടെ തകർച്ചയെ നേരിൽ കണ്ടവർക്ക് മുന്നിൽ ഒൽമോയുടെ വിളയാട്ടം. സ്പെയിൻ ഈ സീസണിൽ അതിമനോഹരമാണ്. പുതിയ പരിശീലകൻ ഫുണ്ടക്ക് കീഴിൽ എത്രയോ മനോഹരമായി പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതിസുന്ദരമായ മത്സരങ്ങളെ കാഴ്ചവെക്കാൻ സ്പെയിന് സാധിക്കുമ്പോൾ ഇനി വരാനുള്ള ശക്തമായ ഫ്രാൻസും അവർക്ക് മുമ്പിൽ തകർന്നു വീണേക്കാം. നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് സ്പെയിന് തിരികെ വരണം.